നമുക്കിന്ന് ഓണസദ്യയ്ക്ക് നിറം കൂട്ടുന്ന ഒരു ബീറ്റ്റൂട്ട് കിച്ചടി ഉണ്ടാക്കാം. ഗ്രീൻ പ്ലേറ്റ് കിച്ചൻ്റെ ഓണ സ്പെഷ്യൽസിലേക്ക് ഏവർക്കും സ്വാഗതം. കിച്ചടിക്കായി 2 വലിയ ബീറ്റ്റൂട്ട് തൊലി ചെത്തി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് കൊണ്ട് ബീറ്റ്റൂട്ട് വേഗത്തിൽ വെന്ത് കിട്ടും. ആദ്യം തന്നെ കിച്ചടിക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കി വെക്കാം. അതിനായി 1/4 കപ്പ് തേങ്ങ തിരുമിയതും 1/2 ടീസ്പൂൺ ജീരകവും 1 തണ്ട് കറിവേപ്പിലയും കൂടി കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഒരു 1/4 ഭാഗം അരഞ്ഞു കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് ഒന്നുകൂടി അരയ്ക്കാം. അരപ്പ് തയ്യാറായിട്ടുണ്ട്. ഇനി കിച്ചടി ഉണ്ടാക്കാനായി ഒരു ചട്ടി ചൂടാകാൻ വയ്ക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഗ്രേറ്റ് ചെയ്ത ബീറ്റ്റൂട്ട് ഇടാം. ഇതിലേക്ക് 3 പച്ചമുളക് അരിഞ്ഞതും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ബീറ്റ്റൂട്ടും വെളിച്ചെണ്ണയും ചേർന്ന് കിച്ചടിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതുപോലെ കിച്ചടിയുടെ നിറം മങ്ങാതിരിക്കാനും ഇത് സഹായിക്കും. ഇപ്പോൾ ചെറുതായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറും വരെ ഇത് ഇളക്കി കൊടുക്കാം. പച്ചമണം മാറുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഉപ്പും 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഇളക്കാം. ബീറ്റ്റൂട്ടിൽ വെള്ളം ഉള്ളതുകൊണ്ടാണ് 1/4 കപ്പ് വെള്ളം മാത്രം ചേർത്തത്. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. ഗ്രേറ്റ് ചെയ്തതുകൊണ്ടും വഴറ്റിയതുകൊണ്ടും നമ്മുടെ ബീറ്റ്റൂട്ട് പെട്ടെന്ന് വെന്ത് വരും. അതുകൊണ്ട് ഇടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. കുറച്ചുകൂടി വേവാനുണ്ട്. അതുകൊണ്ട് അടച്ചു വെച്ച് ഒന്നുകൂടി വേവിക്കാം. ബീറ്റ്റൂട്ട് ഇപ്പം വെന്തിട്ടുണ്ട്. ഇതിലെ വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി അരപ്പ് ചേർത്ത് ഇളക്കാം. അരപ്പ് ചേർത്ത ശേഷം ഒന്ന് ചൂടാക്കിയാൽ മതി, പിന്നെ തിളപ്പിക്കണ്ട. ഇതൊന്ന് തണുത്തതിന് ശേഷമേ തൈര് ചേർക്കാവൂ. ഇനി ഇത് വാങ്ങി വയ്ക്കാം. ഇനി താളിക്കാനായി ഒരു പാനിലേക്ക് 2.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇടാം. കടുക് പൊട്ടി വരുമ്പോൾ 4 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർക്കാം. ഉള്ളി മൂത്ത് വരുമ്പോൾ 4 ഉണക്കമുളക് ഇടാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കിയ ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ കിച്ചടിയുടെ ചൂട് മാറിയിട്ടുണ്ട്. ഇനി 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ കിച്ചടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇലയിൽ വിളമ്പുമ്പോൾ ഒഴുകി പോകാതിരിക്കാൻ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നല്ലത്. ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർക്കുക. താളിച്ചതും കൂടി ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. നമ്മുടെ ഓണം സ്പെഷ്യൽ ബീറ്റ്റൂട്ട് കിച്ചടി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കൂ. ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.